കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അഭിപ്രായം പറയുന്നതും തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കോടതികൾക്ക് തടയാനാകുമോ? നമുക്ക് നോക്കാം. വിക്കിപീഡിയ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമും ANI എന്ന വാർത്താ ഏജൻസിയും തമ്മിലായിരുന്നു ഈ കേസ്. ANI നൽകിയ ഒരു മാനനഷ്ടക്കേസിൽ ചില വ്യക്തികളുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ വിക്കിപീഡിയയോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഈ ഉത്തരവിനെതിരെ വിക്കിപീഡിയ അപ്പീൽ നൽകി. കേസ് കോടതിയിലിരിക്കെ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ വിമർശിച്ചുകൊണ്ട് വിക്കിപീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ ചർച്ചകളും ലേഖനങ്ങളും വന്നു. ഇത് വിവര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഭീഷണിയാണെന്നും സെൻസർഷിപ്പാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. ഈ ചർച്ചകൾ കോടതി നടപടികളിലെ ഇടപെടലാണെന്നും കോടതിയലക്ഷ്യത്തിന് തുല്യമാണെന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. തുടർന്ന് ഈ പേജുകളും ചർച്ചകളും 36 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യാൻ വിക്കിപീഡിയയോട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. കേസ് കോടതിയിലിരിക്കുമ്പോൾ സബ് ജുഡിസി ഇത്തരം ചർച്ചകൾ പാടില്ലെന്നും കോടതി പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെതിരെ വിക്കിപീഡിയ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കോടതികൾ എപ്പോഴും പൊതുജനങ്ങളുടെ നിരീക്ഷണങ്ങൾക്കും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കുമായി തുറന്നിരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെങ്കിൽ പോലും പൊതുജനങ്ങൾക്ക് അത് ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനും അവകാശമുണ്ട്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തൂണുകളാണ് നീതിന്യായ വ്യവസ്ഥയും മാധ്യമങ്ങളും. ഇവ രണ്ടും പരസ്പരം പൂരകങ്ങളായി പ്രവർത്തിക്കണം. ഹൈക്കോടതിയുടെ ഉത്തരവ് അമിതമായ പ്രതികരണമായിരുന്നു എന്നും സുപ്രീം കോടതി വിലയിരുത്തി. വെറുതെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കോടതിയെ ലക്ഷ്യമാകില്ല. അതായത് കോടതി നടപടികളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് മൗലികാവകാശമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. കോടതിയെ അപകീർത്തിപ്പെടുത്തുകയോ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം ഇത്തരം ചർച്ചകളെ തടയാൻ കോടതികൾക്ക് കഴിയില്ല. ഈ വിധി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും തുറന്ന നീതിന്യായ വ്യവസ്ഥയുടെയും പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. ഈ സുപ്രീം കോടതി വിധി 2025 KHC ഓൺലൈൻ 6457 ൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലെയുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.